ഞാൻ ഒരു നോക്കിയപ്പം എനിക്കറിയാവുന്നൊരു നേതാവാണ്. യാതൊരു തരത്തിലുള്ള സാമ്പത്തിക മേഖലയെപ്പറ്റി യാതൊരു അടിസ്ഥാന വിവരമില്ലാത്തൊരു മനുഷ്യൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിമർശിച്ച് സംസാരിക്കുക. നമുക്ക് ചിരി വരും. മൻമോഹൻ സിംഗിനെ വിമർശിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ 1 by 1 ആയിട്ടെടുത്ത് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട് രാജ്യത്ത്, അവർ സംസാരിക്കണം. അപ്പോൾ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല. അതായത് നമ്മൾ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമുക്കറിയാം അന്തർദേശീയ തലത്തിൽ നടക്കുന്ന സമരങ്ങളെപ്പറ്റി നമുക്കറിയാം. വാൾ സ്ട്രീറ്റ് സമരം എങ്ങനെയാണ് സംഭവിച്ചത്? അവിടെ ഒരു കോർപ്പറേറ്റ് ഭീമൻ വരുന്നു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ അവരൊരു ചെറിയ സ്ഥലത്ത് അവർ സമരം തുടങ്ങുക. ഒരു ഫിക്സഡ് സ്ഥലത്ത്, ഒരു പെർമനൻറ്റ് സ്ഥലത്ത് സമരം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ബോധവൽക്കരണം കൊടുക്കുക. അപ്പം സാമൂഹ്യ ബോധമുള്ള ജനങ്ങൾ ഈ സ്പേസിലോട്ട് സ്വമേധയാ കടന്നു വരിക. അങ്ങനെയുള്ള സമരങ്ങളായി മാറണം. അത് മാറ്റുന്നുണ്ടോ? അത് മാറ്റുന്നില്ല. മറിച്ച് ഒരു സമരം ആഹ്വാനം ചെയ്താൽ അത് വിജയിപ്പിക്കുന്നത് അതിന് ബോധവൽക്കരണം നൽകിയോ, അതിനെ ജനങ്ങൾക്കിടയിൽ അതിനെപ്പറ്റി സംസാരിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ വിഷയത്തെ പഠിപ്പിച്ചവരെ ഇറക്കി ഇതെനിക്കും കൂടി വേണ്ടിയാണ് ഈ പണിമുടക്കെന്ന് ചിന്തിപ്പിച്ചോ അല്ല സമരം വിജയിപ്പിക്കുന്നത്. മറിച്ച് ശാരീരിക ക്ഷമതയുള്ള ഒരു കൂട്ടം മനുഷ്യർ, നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഈ ജംഗ്ഷനിൽ ഞാൻ പോയി നിൽക്കുകയാണ്. ജോലിക്ക് പോകുന്നവനെ ഞാൻ ഫിസിക്കലി അസോൾട്ട് ചെയ്യുകയാണ്, തടയുകയാണ്, അവനെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് ഞാൻ സമരം വിജയിച്ചു എന്ന് പറയുകയാണ്. ഹാജർന്നില്ല, ഇന്ന സ്ഥാപനത്തിൽ കുറഞ്ഞു. അങ്ങനല്ല, ഞാൻ അവനോട് സംസാരിക്കണം. മോനെ, ഇത് നിനക്കൂടെ വേണ്ടി, നീ 10 മിനിറ്റ് നീ എൻ്റെ സമരത്തെപ്പറ്റി കേൾക്ക്. നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? നമ്മൾ സമരം ചെയ്യുന്നത് ഇന്ന കാരണത്തിന്. അപ്പോൾ അവൻ ചിന്തിക്കും, അവൻ്റെ കുറ്റബോധം ഉണ്ടാവണ്ടേ? ശരിയാണല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ ഈ ചേട്ടൻ സമരം ചെയ്യുന്നത്, അല്ല എനിക്ക് വേണ്ടിയാണല്ലോ ഈ സംഘടന സമരം ചെയ്യുന്നത് എന്ന് തോന്നുക. അവൻ ജോലിക്ക് പോയിക്കോട്ടെ, അവൻ്റെ ഒരു സുഹൃത്തിനോടെല്ലാം പറയടേ, ഇന്നലെ ഞാൻ ജോലിക്ക് പോയി, പക്ഷേ ഞാൻ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു, കാരണം എൻ്റെയും വരാൻ പോകുന്ന തലമുറയ്ക്കും വേണ്ടിയാണ് ഈ ചെറുപ്പക്കാർ ഇന്ന് പണിമുടക്കിയത്, ഈ നേതാക്കന്മാർ പണിമുടക്കുന്നതെന്ന് ചിന്തിപ്പിക്കാനുള്ളൊരു സാമൂഹ്യ സവിശേഷമായൊരു സാഹചര്യം പോലും സൃഷ്ടിക്കാതെയാണ് ഈ സമരം. ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത്, ഇപ്പോൾ ജഡ്ജസ്, മജിസ്ട്രേറ്റുമാർ, കോടതികൾ, ഇവരുടെ കാറ് പോകുന്നുണ്ട്, ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ, ഇവർ യാത്ര ചെയ്യുന്നുണ്ട്. തടയുമോ? തടഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡിൽ പോകും. തടയുന്നത് ആരെയാണ്? ക്യാൻസർ രോഗബാധിതന ആശുപത്രിയിൽ പോകുന്നവരെ തടയും. ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ അന്നത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെ ആ മാസം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു ഡെയിലി വർക്കിന് പോകുന്നവരെ തടയും. അല്ലെങ്കിൽ ചെന്ന് ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിടാത്തതിൻ്റെ പുറത്ത് ശമ്പളം പോകുന്നവരെ തടയും. അതാണ് പ്രശ്നം. സമരങ്ങൾ ഇപ്പം ഞാൻ നോക്കിയപ്പം ആ സമരവുമായി ബന്ധപ്പെട്ട് മൂന്നാറിലേക്ക് വന്ന 2 ഫ്രഞ്ചിൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരോട് കേരളത്തിലൊരു സ്വകാര്യ ചാനൽ ഈ പണിമുടക്ക് ദിവസം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പെട്ടുപോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്താ പറയുക? ഇല്ല, ഞങ്ങളുടെ നാട്ടിലും സമരമുണ്ട്, ഞങ്ങൾക്ക് ഇത്തരം സമരങ്ങൾ ഞങ്ങളുടെ നാട്ടിലുമുണ്ട്, ഞങ്ങൾക്ക് അവിടെയും ടാക്സി കിട്ടാത്ത സമരങ്ങളുണ്ട്, അവിടെയും ബസ് കിട്ടാത്ത സമരമുണ്ട് എന്നവർ പറയുന്നുണ്ട്. കാരണം ഫ്രഞ്ച് വിപ്ലവം നടന്ന രാജ്യത്ത് വന്നവരവർ. അപ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ സമരത്തോട് ഐക്യപ്പെടും മനസ്സുകൊണ്ട്. നമ്മൾ ഐക്യപ്പെട്ടല്ല സമരത്തോടിരിക്കുന്നത്. നമ്മൾ ഒന്നുകിൽ പുറത്തിറങ്ങിയാൽ നമ്മുടെ കാറ് തല്ലിപ്പൊളിക്കും, അല്ലെങ്കിൽ നമ്മുടെ മേത്ത് കരിയോലൊഴിക്കും, അതുകൊണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ആൾക്കാരും. 2, ഇവന്മാരെന്തായി കാണിക്കുന്ന കോപ്രായം എന്ന് ചിന്തിച്ചിറങ്ങുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയല്ലല്ലോ ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുകയും ആൾക്കാരെ ബോധവൽക്കരിക്കുകയും ചെറിയ ചെറിയ ജനസഭകളുണ്ടാക്കുകയും ജംഗ്ഷനിൽ പോയി മക്കളെ ഇത് നമ്മുടെ സമരമാണെന്ന് പറയുകയും ചെയ്യുന്ന എത്ര പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. ലഘുലേഖ പോലും കൊടുക്കാറില്ല. സമരത്തെപ്പറ്റി ഗീർവാണം അടിച്ച് പ്രസംഗിക്കും. ആ പ്രസംഗിക്കുന്നവൻ എന്തിനാണ് സമരം എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെ എന്താ പറയുക, വ്യത്യസ്തമായ സമരങ്ങൾ. ഇപ്പം പണ്ടൊരു കഥ നമ്മളെപ്പോഴും പറയും. ജപ്പാനിൽ ഒരു കമ്പനി സമരം ചെയ്തു. അതൊരു കഥയാണ്, സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു ഷൂ കമ്പനിയിലെ സമരത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഷൂ കമ്പനി എങ്ങനെയാണ് സമരം ചെയ്തത്? അവിടെ തൊഴിലാളികൾക്ക് വേതനമില്ല. ഒരു ദിവസം അവർ സമരം പ്രഖ്യാപിച്ചിട്ട് അവരെന്താ ചെയ്തത്? ഒരു കാലിലെ ഷൂ നിർമ്മിച്ചു തുടങ്ങി. കമ്പനി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്, തൊഴിലാളികൾ ഓഫീസിൽ വരുന്നുണ്ട്. അവർ ഒരു കാലിലെ ഷൂ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റേ കാലിലെ ഷൂ ഉൽപ്പാദിപ്പിക്കുന്നില്ല. സമരം 10 ദിവസം നീണ്ടു. കമ്പനി അവരുടെ ആവശ്യം കേട്ടു, അവരുടെ ആവശ്യം അംഗീകരിച്ചപ്പോൾ ആ തൊഴിലാളികൾ എന്ത് ചെയ്തു? എക്സ്ട്രാ ടൈം എടുത്തിട്ട്, ദിവസം ചെയ്ത ജോലിക്ക് പുറമെ എക്സ്ട്രാ ടൈം എടുത്തിട്ട് അവർ നിർമ്മിച്ചു വെച്ച ആ ഒരു കാലിലെ ഷൂവിൻ്റെ മറ്റേ കാലിലെ ഷൂ കൂടെ അവർ നിർമ്മിച്ചു. എന്തിനാണ് അവർ നിർമ്മിച്ചതെന്നറിയാമോ? അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ 10 ദിവസം അടച്ചിട്ട് സമരം ചെയ്താൽ ഈ കമ്പനി തകർന്നു പോകും, ഞങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, ശമ്പളമില്ല. അപ്പം ഞങ്ങൾ ഈ കമ്പനി ഞങ്ങൾക്ക് തരുന്ന സൗകര്യം ഉപയോഗിച്ച് ഞങ്ങൾ ഒരു കാലിലെ ഷൂ നിർമ്മിച്ചു, മറ്റേ കാലിലെ ഷൂ കൂടെ നിർമ്മിച്ചപ്പോൾ ആ ചെരുപ്പ് ഉപയോഗയോഗ്യമായി മാറി. ഇങ്ങനെയുള്ള സമരങ്ങൾ, അതായത് ചെറുപ്പക്കാരെ, ജനങ്ങളെ ആകർഷിക്കുന്ന സമര മുറകളിലേക്ക് മാറുന്നതിന് പകരം ഇപ്പോഴും ഈ പ്രാകൃത രീതി
ഒരു മനുഷ്യൻ അറ്റാക്ക് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ആശയപരമായിട്ടാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ ആശയം നീ അംഗീകരിച്ചോണം എന്ന് പറഞ്ഞ് നിന്നെ ബോധവൽക്കരിക്കാം, നിന്നെ സമാധാന മാർഗ്ഗത്തിലൂടെ നിന്നെ ക്യാമ്പയിൻ ചെയ്യാം, നിൻ്റെ വീട്ടിൽ വന്ന് ഡോർ ടു ഡോർ ഇരുന്ന് സംസാരിക്കാം. പക്ഷേ നിൻ്റെ ശാരീരികമായ ക്ഷമത നിനക്ക് കൂടുതലാണ്, സംഘബലം നിനക്ക് കൂടുതലാണ്, നിനക്ക് കൂടുതൽ എന്നെ ഭീഷണിപ്പെടുത്താൻ നിനക്ക് സാധിക്കും, നിനക്ക് ഭയമാണ് എന്ന രീതിയിൽ എൻ്റെ സമരത്തിൻ്റെ ആശയം എൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നിൻ്റെ സമരത്തിൻ്റെ ആശയം എൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് പ്രാകൃതമാണ്, അത് അപരിഷ്കൃതമാണ്. മൃഗങ്ങൾ പോലും അത് ചെയ്യാറില്ല. അതിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്.